ഒറ്റയടിപ്പാത എന്ന കഥയുടെ തുടർഭാഗം, അവസാന ഭാഗം കൂടിയാണ്. എന്നെ കണ്ടപ്പോൾ അവർ ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു അത്. കാരണം വില കുറഞ്ഞ വസ്ത്രവും എൻ്റെ ഈ രൂപവും അവർ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അവർ എന്നെ സ്വീകരിച്ചു. വയറു നിറയെ ആഹാരം തന്നു. അദ്ദേഹത്തിൻ്റെ പേര് ആൽബർട്ട് എന്നായിരുന്നു. അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം. ഭാര്യ ഡോക്ടർ. പക്ഷേ എല്ലാം ഉണ്ട്, മക്കളില്ല എന്ന് മാത്രം. അത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ അമ്മ എൻ്റെ മുറിവ് കഴുകി, മരുന്ന് വെച്ച് കെട്ടി, അണുബാധയുണ്ടാകാതിരിക്കുവാൻ ഇഞ്ചക്റ്റ് ചെയ്തു. ഒരാഴ്ച എടുക്കും മുറിവുണങ്ങാൻ. അതുവരെ ഇവിടെ തങ്ങാം. മറിച്ചൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. എനിക്കൊന്നും പറയാനില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എനിക്കവർ പുതിയ വസ്ത്രങ്ങൾ തന്നു. പിറ്റേ ദിവസം ഇതെന്ത് പറ്റിയതാണെന്ന് മുറിവ് വെച്ച് കിട്ടുന്നതിനിടയിൽ ചോദിച്ചു. ആണി കൊണ്ടതാണെന്ന് ഞാൻ കള്ളം പറഞ്ഞു. ആണി കൊണ്ടാൽ ഇത്രയും വലിയ മുറിവോ? ഞാൻ വല്ലാതെയായി. അവസാനം എനിക്ക് എല്ലാം തുറന്നു പറയേണ്ടതായി വന്നു. എല്ലാം കേൾക്കുന്ന നിമിഷം എന്നെ അവർ ആട്ടിപ്പായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതുണ്ടായില്ല. പഠിക്കുവാൻ വേണ്ടി ചെയ്ത തെറ്റല്ലേ, അത് നമുക്ക് മറക്കാം. മോന് സമ്മതമാണെങ്കിൽ ഇവിടെ നിൽക്കാം. ഞങ്ങൾ പഠിപ്പിച്ചോളാം. ഞങ്ങൾക്ക് മക്കളില്ല. വല്ലപ്പോഴും അല്പ സ്നേഹം ഞങ്ങൾക്ക് കൂടി തന്നാൽ മതി, മറ്റൊന്നും വേണ്ട. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. എൻ്റെ കുടുംബം അവർ രക്ഷപ്പെടുത്തി. എന്നെ അവർ പഠിപ്പിച്ച് കളക്ടറാക്കി. ഞാൻ അവരുടെ മകനായി ഇന്നും ജീവിക്കുന്നു. ഇതിനെല്ലാം വഴിത്തിരിവായത് ദൈവത്തെപ്പോലെ സ്വന്തം ജീവിതം ബലിതന്ന് എന്നെ രക്ഷിച്ച, ഒരു കള്ളനെന്ന് മുദ്ര കുത്താതെ എന്നെ രക്ഷിച്ച ഈ സ്ത്രീയാണ്. ഇത് ഞാൻ ഇവിടെ വന്ന് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആണ് ഞാൻ കള്ളനാകുന്നത്. എനിക്കും ഇവർക്കും തമ്മിൽ ഒരു പരിചയവുമില്ലായിരുന്നു. ദൈവമാണ് എന്നെ ഇവിടെ എത്തിച്ചതും പ്രതീഷിനെയും സഹനയെയും പരിചയപ്പെടാൻ ഇടയാക്കിയതും. ഇത്രയും കോടതി മുറിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതിന് ശേഷം കോടതിയിൽ ഇരുന്നവരെല്ലാവരും ഒരു സിനിമ കഥ കേൾക്കുന്നത് പോലെ നിൽക്കെ തലയുയർത്തി അദ്ദേഹം ഇറങ്ങിപ്പോയി. ഉടൻ ജഡ്ജി പറഞ്ഞു, ഇത്രയും സ്ഥാനവും മാനവും ഉണ്ടായിട്ടും തുറന്ന് പറഞ്ഞ നിങ്ങൾ എല്ലാവർക്കും ഒരു മാതൃകയാണ് എന്ന്. തല കുനിച്ച ഡോക്ടർ നഹാസും പ്രതിഭാഗം വക്കീലും കുടുംബാംഗങ്ങളും നിന്നു. എന്താണ് സഹന ഡോക്ടറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ജഡ്ജിയുടെ ചോദ്യം കേട്ട് സഹന ഞെട്ടി. എന്ത് നഷ്ടപരിഹാരമാണ് ഈ ജീവിതം നഷ്ടപ്പെടുത്തിയതിന് പകരമായി വേണ്ടത്? സഹന തലയുയർത്തി ജഡ്ജിയെ തൊഴുതിട്ട് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. സത്യം തെളിയണം. അത് തെളിഞ്ഞു. ദൈവം തന്ന ഒരു നിധി എനിക്കുണ്ട്, എൻ്റെ മകൻ. അതുമാത്രം മതി എനിക്ക്. അവർ കോടതിയിൽ നിന്നും ദൈവത്തിന് നന്ദിയും പറഞ്ഞ് ഇറങ്ങി. യാത്രയിൽ സഹന പറഞ്ഞു, ഈ ഒറ്റയടിപ്പാതയിൽ നീ മാത്രം മതി എനിക്ക് കൂട്ടിനായി. പ്രതീഷ് അമ്മയെ ചേർത്ത് പിടിച്ചു. കഥ ഇവിടെ തീരുന്നു.